ഗൈസ്, ഇന്നത്തെ മോഹൻ ബഗാൻ ജംഷഡ്പൂർ FC മത്സരത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഖാലിദ് ജമീൽ വീഴും അല്ലെങ്കിൽ ഹബാസ് വീഴും എന്നുള്ളൊരു സാഹചര്യം ഈ ഒരു മത്സരത്തിലുണ്ടായിരുന്നു. കാരണം ഇവർ വന്നതിന് ശേഷം അവരിങ്ങനെ അൺബീറ്റൺ റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ISL. ഏതായാലും ഖാലിദ് ജമീലിൻ്റെ ചീട്ടാണ് കയറിയത്. അന്റോണിയോ ലോപ്പസ് ഹബാസ് സ്റ്റിൽ ഈ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതും ഒരു ആധികാരികമായിട്ടുള്ളൊരു വിജയം കൂടിയാണ് കൊൽക്കത്തയിൽ മോഹൻ ബഗാന് സ്വന്തമാക്കാൻ സാധിച്ചത്. 3-0 എന്ന് പറയുന്നൊരു വിക്ടറി. എനിവേ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നിയത് കൂടുതലും ഇപ്പോൾ മോഹൻ ബഗാൻ്റെ ഒരു ഭാഗത്തു നിന്നാണെങ്കിലും ചില റൺസ്, പ്രത്യേകിച്ച് കൗണ്ടർ റൺസ്, അതിന് സ്പീഡി ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. രണ്ട് വിങ്ങുകൾ നോക്കിയാണെങ്കിലും ലിസ്റ്റൺ ആണെങ്കിലും മൻവീർ ആണെങ്കിലും. പക്ഷേ ഈ ഒരു മത്സരത്തിൽ 3 ഗോളുകൾ നേടിയത് അവരുടെ മുന്നേറ്റ താരങ്ങളാണ്. ഇപ്പം ദിമി പെട്രട്ടോസും കമ്മിൻസും അർമാൻഡോ സാദിക്കും ആണെങ്കിൽ കൂടി ഈ ഒരു മത്സരത്തിൽ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ നോ ഡൗട്ട് ഇറ്റ്സ് മൻവീർ സിംഗ്. കാരണം ആ 3 ഗോളുകളും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് മൻവീർ തന്നെയാണ്. പക്ഷേ മൂന്നാമത്തെ എനിക്കൊന്നും അസിസ്റ്റായിട്ട് കിട്ടില്ല. പക്ഷേ ആ 2 അസിസ്റ്റ് ഇത് ചെയ്ത് അദ്ദേഹം ISL ഇപ്പം ടോപ്പ് അസിസ്റ്ററായിട്ട് മാറിയിരിക്കുകയാണ്. വാട്ട് എ പെർഫോമൻസ്, ഒന്നും പറയാനില്ല. അടിപൊളി പെർഫോമൻസ് ആണ് മൻവീർ സിംഗ് നടത്തിയത്. അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിൽ ഒരു 5-6 അസിസ്റ്റെങ്കിലും കിട്ടേണ്ടതായിരുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഗോൾ അടിക്കാനുള്ള എനിക്ക് തോന്നുന്നു 1-2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഒരെണ്ണം കുറച്ച് വൈഡായിട്ട് പോയതും അല്ലാണ്ടൊരു ചാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മൻവീർ സിംഗ് മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് നടത്തിയിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു ഇത്. ജംഷഡ്പൂർ FCയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം അവർ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു കുറേ ക്രോസസ്, 20+ ക്രോസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് തന്നെ അത് ക്ലിയർ ചെയ്യാനായിട്ട് മോഹൻ ബഗാൻ്റെ പ്ലേയേഴ്സിനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യങ്ങളൊന്നും അങ്ങോട്ട് ജംഷഡ്പൂരിൻ്റെ വർക്കൗട്ടായില്ല എന്നുള്ളിടത്ത് ഒരു 3 പോയിന്റ് സ്വന്തമാക്കാനായിട്ട് മോഹൻ ബഗാൻ സാധിച്ചു. എനിവേ മോഹൻ ബഗാൻ ഇതോടുകൂടി പോയിന്റ് ടേബിളിൽ 2ാമത് വരികയാണ്. ഇനിയിപ്പോൾ അടുത്ത മത്സരം കളിക്കാൻ പോവാണ്. അത് കൊൽക്കത്ത ഡെർബിയാണ് വരാൻ പോകുന്നത്. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ച് തന്നെയായിരിക്കും. കാരണം ഏത് ലെവലിൽ നിൽക്കുകയാണെങ്കിലും ഡെർബിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വാശിയും ഇതും ഒക്കെ ഉണ്ടാകും എന്നുള്ളത്. കഴിഞ്ഞൊരു ഡെർബി ഡ്രോ ആയിരുന്നു. ഈ ഒരു ഡെർബിയിൽ എന്താകും എന്നുള്ളത് നോക്കിക്കാണ്ടാണ്. പിന്നെ സഹലിനൊരു ഇഞ്ചുറി ആയിട്ട് ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ സാധിച്ചില്ല. പകരം എനിക്ക് തോന്നുന്നു അഭിഷേക് സൂര്യവംശി അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. സഹലിൻ്റെ ഒരു വലിയൊരു ഇഞ്ചുറി ഒന്നും അല്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഒരു 1 വീക്ക് റെസ്റ്റോ അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. ഐ ഡോണ്ട് നോ എന്താണ് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ അറിയാൻ പറ്റും. സോ ദാറ്റ്സ് ദി കേസ്. അപ്പം നിങ്ങളുടെ ഒപ്പം ഉറപ്പാടും കമ്പോസിറ്റ് വരികയാണ്.